നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മഹി, എന്താ ഇവിടെ ഇരിക്കുന്നേ? മാളൂനെയും ഗംഗയും കൂട്ടി പുറത്തു പോകാനല്ലേ നേരത്തെ ഓഫീസിൽ നിന്ന് വന്നത് തന്നെ? എന്നിട്ടെന്താ പോകുന്നില്ലേ? ഗംഗയ്ക്ക് നല്ല സുഖമില്ല, അതുകൊണ്ട് അവള് വരുന്നില്ല. തൽക്കാലം പോക്ക് ക്യാൻസൽ ചെയ്തു. അതൊക്കെ മഹിയേട്ടൻ നുണ പറയുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാം. കുറച്ചു മുമ്പ് ഗംഗ മഹിയേട്ടനോട് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞിട്ടല്ലേ ഇപ്പൊ ഇവിടെ ഒന്ന് വിഷമിച്ചിരിക്കുന്നെ? ഓഹോ, അപ്പൊ നിങ്ങൾ റൂമിന്റെ അടുത്ത് വന്ന് ഒളിഞ്ഞു നിൽക്കായിരുന്നോ? ഞങ്ങൾ നമ്മൾ എന്താ സംസാരിക്കുന്നെന്ന് കേൾക്കാൻ. ഞങ്ങൾ ഒളിച്ചെന്ന് കേട്ടോന്നും അല്ല മഹി. ഗംഗയെ വിളിക്കാൻ ഞങ്ങൾ അവിടെ വന്നിരുന്നു. അപ്പൊ ഗംഗ പറയുന്നത് ഞങ്ങൾ യാദൃശ്ചികമായിട്ട് കേട്ടതാ. എന്നാലും മഹിയേട്ടൻ ആഗ്രഹിച്ചൊരു കാര്യത്തിന് വേണ്ടി നേരത്തെ ഓഫീസിൽ നിന്നൊക്കെ വന്നിട്ട് അവൾ ഒരു കാരണയില്ലാതെ ഇങ്ങനൊരു കാര്യം ചെയ്തു കളഞ്ഞല്ലോ മഹിയേട്ട. ഗംഗ ജീവിക്കുന്നത് തന്നെ മാളൂന് വേണ്ടിയാണെന്നൊക്കെ ആയിരുന്നു എല്ലാവരുടെയും ധാരണ. മഹി അങ്ങനെ തന്നെയാ ഗംഗയെ കുറിച്ച് കരുതിയ. അതുകൊണ്ടല്ലേ അവസാന നിമിഷം എല്ലാവരെയും ഞെട്ടിച്ച് മഹി ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടിയത്. എന്നിട്ടെന്താ, മഹിയുടെ ധാരണകളൊക്കെ വെറുതെ ആയിരുന്നു ഇപ്പൊ മനസ്സിലായില്ലേ? അവൾക്ക് അത്തരം ചിന്തകളൊന്നും ശരിക്കും ഇല്ലായിരുന്നു എന്ന് ഇപ്പൊ ഉറപ്പായില്ലേ? എല്ലാം വെറുതെ പ്രഹസനവും നാടകവും ഒക്കെ ആയിരുന്നു. അല്ലെങ്കിൽ പുറത്തു പോയി ഇത്രയും കൊതിച്ചിരുന്ന മാളൂനോട് ഒരു കരുണയും ഇല്ലാതെ പുറത്തു പോകാൻ പറ്റില്ല എന്ന് ഗംഗ പറയുമായിരുന്നു. അതെ, യാതൊരു മനസാക്ഷിയില്ലാത്ത പറച്ചിലായിപ്പോയി. അതെങ്ങനെ ഗംഗ പറയാതിരിക്കും? അവളുടെ മനസ്സിലെ ഭർത്താവിന്റെ സ്ഥാനത്ത് മഹിയേട്ടനില്ലല്ലോ. അവൾ ആഗ്രഹിച്ചിരുന്നതും സ്വപ്നം കണ്ടതും നകുലൊത്തുള്ളൊരു ജീവിതമല്ലേ? അയാളുടെ കൂടെ നാട് ചുറ്റി നടക്കാന്ന് കരുതിയിരുന്ന ഗംഗയുടെ ജീവിതത്തിലേക്കല്ലേ മഹിയേട്ടൻ ഇടിച്ചു കയറി ചെന്ന് താലി കിട്ടിയത്? അവൾക്കത് സഹിക്കാൻ പറ്റുമോ? അത്ര പെട്ടെന്ന് അവൾക്ക് നകുലിനെ മറക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്താ പ്രശ്നം? ആവശ്യമില്ലാത്ത കാര്യങ്ങളോട് സംസാരിക്കരുത്. നകുലിന്റെ പേര് ഇനി ഈ വീട്ടിൽ ആരും സംസാരിച്ചു പോകരുത്. അവൻ ആരാണ് എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അത് അറിയാവുന്നതുകൊണ്ട് തന്നെയാ ഞാൻ ഗംഗയുടെ കഴുത്തിൽ താലി കിട്ടിയത്. പിന്നെ ഗംഗയെക്കുറിച്ചും എന്നെക്കുറിച്ചും ഓർത്ത് മറ്റാർക്കും ഒരു ടെൻഷന്റെയും സങ്കടത്തിന്റെ ആവശ്യമില്ല. ഞങ്ങളുടെ ജീവിതം എങ്ങനെയാ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അവന്റെ ദേഷ്യം കണ്ടോ? ആ അതെ, ഗംഗ അടുക്കാത്തതിന്റെ ദേഷ്യം മുഴുവനും അവന്റെ മുഖത്തുണ്ട്. ആന്റി നല്ലൊരു ലോക്ക് തന്നെ അവൾക്ക് കൊടുത്തത്. ഈ അവസരം മുതലെടുത്ത് നമ്മൾ ഇവരെ തമ്മിൽ പിരിക്കണം. അതെ, ആ ഗംഗയെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കണം. അതിനുള്ള കാര്യങ്ങള് ഉടനെ ചെയ്യണം. ഇത്തരം ചെറിയ കാര്യങ്ങൾ പോരമ്മേ, കുറച്ച് കാര്യമായിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്തേ പറ്റൂ. നമ്മൾ പ്ലാൻ ചെയ്യും, ആ ഗൗരി അത് പൊളിക്കും. അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ മോളെ? ഇല്ലമ്മേ, അമ്മയ്ക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? നമ്മൾ സാധാരണ പണികൾ പ്ലാൻ ചെയ്യുന്നതുകൊണ്ടാ ഗൗരിക്ക് അതെല്ലാം പൊളിക്കാൻ പറ്റുന്നേ. അല്ലാത്ത പണികൾ നമ്മൾ പ്ലാൻ ചെയ്യണം, നല്ലോണം ചിന്തിക്കണം. ഗൗരിക്ക് പൊളിക്കാൻ പറ്റാത്ത പണികള് നമ്മൾ കണ്ടെത്തണം. കിട്ടും, അതുറപ്പാ. അതോടെ ഗംഗയുടെ പണിയും തീരും. നീയൊക്കെ എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും ഞാനിത് തടയും ശ്രേയേ. ഈ ജന്മം നിനക്ക് മഹിയേടന്റെ ഭാര്യയാകാനാവില്ല. ഞാനതിന് സമ്മതിക്കില്ല. ഗംഗയെ അവിടുന്ന് കടത്താൻ ശ്രേയ ഒന്ന് സഹായിക്കണം. എന്നെ കൊണ്ട് സാധിക്കുന്ന എന്ത് സഹായവും ഞാൻ ചെയ്തു തരാം. അവളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിവാക്കി തന്നാ മതി. ശരി, എങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം.
ശരി, അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ. ഓക്കെ. ഓക്കെ. എന്റെ ജീവിതവും എന്റെ സ്വപ്നങ്ങളും എല്ലാം കുട്ടിച്ചോറാക്കിയിട്ട് അവിടെ നിന്ന് അടുക്കള ഭരിക്കുക. ഇന്നത്തോടെ എല്ലാം ഞാൻ തീർത്ത് തരാടി. ഗംഗ, വലിയ തിരക്കിലാണോ? അല്ല ശ്രേച്ചി, ഇതിപ്പോ കഴിയും. ശ്രേച്ചിക്ക് എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട. ഞാൻ ഗംഗയോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. എന്താ ചേച്ചി? എനിക്ക് എന്റെ ജീവിതം മൊത്തത്തിലൊന്ന് മാറ്റിയാ കൊള്ളാന്നുണ്ട്. അതിന് ഗംഗ എന്നെ ഒന്ന് സഹായിക്കണം. അതിനെന്താ, എന്നെ കൊണ്ട് പറ്റുന്ന എന്ത് സഹായവും ശ്രേച്ചിക്ക് വേണ്ടി ചെയ്തു തരാൻ എനിക്ക് സന്തോഷമുള്ളൂ. ഇവിടെ അടുത്തൊരു ഉമാമഹേശ്വര ക്ഷേത്രമുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ ആ ക്ഷേത്രം സ്വപ്നം കാണാൻ തുടങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ അതൊരു നിമിത്തമാണെങ്കിലോ. എനിക്കൊന്ന് ആ ക്ഷേത്രത്തിൽ പോയാൽ കൊള്ളാന്നുണ്ട്. പക്ഷേ അവിടെ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്, ക്ഷേത്രാചാരങ്ങളൊക്കെ എങ്ങനെയാ, അതൊന്നും എനിക്കറിയില്ല. ഗംഗ എന്റെ കൂടെ ഒന്ന് വരാമെങ്കിൽ എല്ലാം എളുപ്പമായിരുന്നേനെ. ഇത്രയുള്ളോ? ഞാൻ വരാം ശ്രേച്ചി. എനിക്കിതൊക്കെ ഒത്തിരി സന്തോഷമുള്ള കാര്യ. നമുക്ക് നാളെ രാവിലെ തന്നെ പോവാം. ആണോ? താങ്ക്സ് ഗംഗ. ഗംഗയ്ക്ക് എന്നോട് ദേഷ്യമായിരിക്കും ഞാൻ വിളിച്ച ഗംഗ വരില്ലെന്നാ ഞാൻ കരുതിയത്. പക്ഷേ എന്റെ ചിന്തകൾ പിന്നെയും തെറ്റി. വലിയ മനസ്സാ ഗംഗയ്ക്ക്. അങ്ങനെയൊന്നുമില്ല ശ്രേച്ചി. ഇതൊക്കെ ശ്രീമഹേശ്വരനായിട്ട് ചേച്ചിയുടെ മനസ്സിന് തോന്നിക്കുന്നല്ലേ? ഒരു നല്ല കാര്യല്ലേ? നമുക്ക് രാവിലെ തന്നെ പോവാം. ശരി, എന്നാ ഗംഗയുടെ ജോലി നടക്കട്ടെ. നീ തീർന്നടി. നാളത്തോടെ നിന്റെ മുഖത്തെ ഈ പുഞ്ചിരി മായും. പിന്നെ ഒരിക്കലും ചിരിക്കില്ല നീ, സന്തോഷിക്കില്ല നീ. എന്റെ ജീവിതം തകർത്ത് നിന്നെ ഇഞ്ചിഞ്ചായി പിച്ചി ചീന്തി ഇല്ലാതാക്കാതെ എനിക്ക് സമാധാനം കിട്ടില്ല. ഇന്ന് ഈ വീട്ടിലെ നിന്റെ അവസാന രാത്രിയാ. അത് നീ പാത്രം കഴുകി തീർക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.